ഹലോ മക്കളെ, എജുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SGOU സെമസ്റ്റർ 3 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അതിന്റെ എക്സാം ആണല്ലേ വരുന്നത്. നെക്സ്റ്റ് 10th മറ്റന്നാൾ അതിന്റെ എക്സാം ആണ്. അപ്പോൾ എക്സാം ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്കും ഇറങ്ങിച്ചെല്ലാണ്. അപ്പോൾ സെക്ഷൻ എ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശേഷമുള്ള ഇനിയുള്ള അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് സൈമൺ കമ്മീഷൻ സെറ്റപ്പ് എന്നാണ്. എപ്പോഴാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ സൈമൺ കമ്മീഷൻ എന്തിനു രൂപീകരിച്ചു എന്നുള്ളത് നോക്കാന്നുണ്ടെങ്കിൽ സൈമൺ കമ്മീഷൻ 1919 ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990, ഈ ഇന്ത്യ എന്ന രാജ്യത്തിലേക്കുള്ള റിഫോംസ്, ശേഷം ഫ്യൂച്ചറിലേക്കുള്ള റിഫോംസ് ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള എന്തൊക്കെ മാറ്റം വരുത്താനും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഈ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മീഷൻ ഏറ്റവും അധികം പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെട്ടത്, ഏറ്റവും അധികം എതിർക്കപ്പെട്ടത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്നാണ് രൂപീകരിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ സൈമൺ കമ്മീഷൻ വാസ് സെറ്റപ്പ് 1927, 1927 ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ കമ്മീഷന്റെ ഹെഡഡ് ആയിട്ടുള്ളത് സർ ജോൺ സൈമൺ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സൈമൺ കമ്മീഷൻ എന്ന് പേര് വരാനുള്ള ഒരു കാരണം. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 1927 രൂപീകരിച്ചത്. സർ ജോൺ സൈമൺ ആണ് ഇതിന്റെ ഹെഡഡ് ആയിട്ട്, ഇതിന്റെ നേതാവായിട്ട് തലപ്പത്തുണ്ടായിരുന്നത്. ഓക്കെ, ദ കമ്മീഷൻ ഹാഡ് നോ ഇന്ത്യൻ മെമ്പേഴ്സ് അല്ലെ. നമ്മൾ സൂചിപ്പിച്ചു, ഈ സൈമൺ കമ്മീഷനിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മീഷനിൽ ഇന്ത്യക്കാരനും ഇല്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയാണ്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് അതർ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ബോയ്ക്കോട്ട് ഇറ്റ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ തന്നെ മറ്റുള്ള അതർ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്, ഇതിനെ നിരോധിക്കുകയാണ്, ഇത് വേണ്ട എന്നവർ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ദ ഫേമസ് സ്ലോഗൻ സൈമൺ ഗോ ബാക്ക് വാസ് റൈസ്ഡ് ഡ്യൂറിംഗ് ദ പ്രൊട്ടസ്റ്റ്. ഈ ഒരു സമരത്തിനിടയിലാണ് സൈമൺ ഗോ ബാക്ക് അത്രത്തോളം ഉള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്ലോഗനുമായിട്ട് പ്രൊട്ടസ്റ്റേഴ്സ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് റിജക്ഷൻ ഇന്റൻസിഫൈഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഫോർ സെൽഫ് റൂൾ. ഈ ഒരു സൈമൺ കമ്മീഷനോട്ടുള്ള റിജക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള ഫോർ സെൽഫ് റൂൾ, അതായത് സ്വരാജ്യം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ളതിനേക്കാൾ ഭയങ്കര ശക്തി ആർജിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രതിഫലമായിട്ട് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. എന്നാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചതാണ്? കൃത്യമായിട്ടും 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. അതിന്റെ സൈമൺ കമ്മീഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളും അതെന്തുകൊണ്ട് ഇത്ര എതിർക്കപ്പെട്ടു എന്നുള്ളതിന്റെ കാരണങ്ങളും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഹു വാസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ഹിന്ദു സ്വരാജ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഹിന്ദു സ്വരാജ് എന്നുള്ളത്. അതിന്റെ ഓദർ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ബുക്ക് ഹിന്ദു സ്വരാജ് വാസ് ഓതേർഡ് ബൈ മഹാത്മാഗാന്ധി അല്ലെ. മഹാത്മാഗാന്ധിയാണ് ഹിന്ദു സ്വരാജ് എന്നുള്ള ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാണ് ഡേറ്റ് കൂടി ഓർത്ത് വെച്ചോളൂ, 1909. ഓക്കെ, എന്നാണ് ഇതിന്റെ ഡേറ്റ്? 1909 മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജ് എന്നുള്ള പുസ്തകം തയ്യാറാക്കുന്നത്. എപ്പോഴാണ്? ബ്രിട്ടൻ ഡ്യൂറിംഗ് ഹിസ് വോയേജ് ടു സൗത്ത് ആഫ്രിക്ക, ഒറിജിനൽ ഇൻ ഗുജറാത്തി. സൗത്ത് ആഫ്രിക്കയിലൊക്കെ യാത്രക്കിടയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാലോ ഈ ഒരു പുസ്തകം ഒറിജിനൽ ഗുജറാത്തി ലാംഗ്വേജിലാണ് ഉണ്ടായിരുന്നത്. ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ഗാന്ധി ഹിംസെൽഫ്. എന്നാൽ ഗാന്ധിജി തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധി അഡ്വക്കേറ്റഡ് ഫോർ സ്വരാജ്, സെൽഫ് റൂൾ ആൻഡ് നോൺ വയലൻസ്, അഹിംസ. ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന് സ്വരാജ്, സെൽഫ് റൂൾ. സെൽഫ് റൂൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ രാജ്യം മറ്റാരുടെയോ കയ്യിൽ ഒതുങ്ങേണ്ടതല്ല, നമ്മുടെ സ്വന്തം കയ്യിൽ ഒതുങ്ങേണ്ടതാന്നുള്ള ഒരു ധ്വനി ആ സെൽഫ് റൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്വരാജിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നോൺ വയലൻസ്, അഹിംസ. എല്ലാ കാര്യങ്ങളിലും അഹിംസാപരമായിട്ടുള്ള നിയമമാണ് അല്ലെങ്കിൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ ഒരു പുസ്തകത്തിലൂടെ മഹാത്മാഗാന്ധി ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഹി പ്രൊമോട്ടഡ് ദ ഇന്ത്യൻ ട്രഡീഷൻസ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷനെക്കാളും കൂടുതൽ വില്ലേജ് ഇൻഡസ്ട്രീസ്, അതായത് ഓരോ വില്ലേജും ശാക്തീകരണമാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹിന്ദു സ്വരാജ് എന്നുള്ള പുസ്തകത്തെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്?
who received the title Ambassador of ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത്? ഫ്രം സരോജിനി നായിഡു എന്നവർ ആരെയാണ് ഹിന്ദു മുസ്ലിം ഐക്യമെന്ന് അല്ലെങ്കിൽ ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അലി ജിന്നയാണ് സരോജിനി നായിഡു ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു പേര് സരോജിനി നായിഡു കൊടുത്തത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും 1916 നടന്ന ലക്നോ പാക്ടിന്റെ സമയങ്ങളിലൊക്കെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു റോൾ ആര് വഹിച്ചിട്ടുണ്ട്? മുഹമ്മദ് അലി ജിന്ന വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണം. രണ്ടാമത്തെ അറ്റ് ദാറ്റ് ടൈം ജിന്ന വാസ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ്. ഓരോ കമ്മ്യൂണിറ്റീസുകൾക്കിടയിലും ഐക്യം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളും കൂടിയായിരുന്നു ആര്? മുഹമ്മദ് അലി ജിന്ന. അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ളത് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ്? മുഹമ്മദ് അലി ജിന്നയാണല്ലേ. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ അറ്റോമിക് എനർജി കമ്മീഷൻ? അല്ലെ, അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ. ഓക്കെ, ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ എന്ന വ്യക്തിയാണ്. അപ്പോയിന്റഡ് ഇൻ 1948. ചെയർമാനായിട്ട് എന്നാണ് അപ്പോയിന്റ് ചെയ്തത്? ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 1948 ചെയർമാനായിട്ട് അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് ഹോമി ജഹാംഗീർ ബാബയെ നിയമിക്കുന്നത്. ആൻഡ് അദ്ദേഹം നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം, ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫാദർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, TIFR, അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നുള്ള ഒരു പ്രോഗ്രാമും കൂടിയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ്? ഓരോ പ്രൊവിൻഷ്യകൾ ഉണ്ടല്ലോ, പണ്ട് കാലത്തൊക്കെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. ആ നാട്ടുരാജ്യങ്ങളിലെ ഡയാർക്കി സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആൾസോ കാൾഡ് മൊണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ഡയാർക്കി. ഈ 1919 അതായത് മൊണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്ന ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇങ്ങനെ ഒരു പ്രൊവിൻസസിൽ ഡയാർക്കി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി എന്താണ് ഡയാർക്കി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയാർക്കി മീൻസ് സിസ്റ്റം ഓഫ് ഡുവൽ ഗവൺമെന്റ് ഇൻ ദ പ്രൊവിൻസസ്. ഓരോ പ്രൊവിൻസുകളിലും രണ്ട് ഗവൺമെന്റുകൾ ഭരിക്കുക എന്നുള്ള രൂപത്തിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? സബ്ജക്ട്സ് വെർ ഡിവൈഡഡ് ഇൻ ടു റിസർവ്ഡ് സബ്ജക്ട്സ് ലൈക്ക് ഫിനാൻസ്, ലോ, പോലീസ് കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫിനാൻസ്, ലോ, പോലീസ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുമെന്നുള്ളത് ഒരു വിഷയമാണ്. രണ്ടാമത്തതോ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് ഹാൻഡിൽഡ് ബൈ ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യും. അത് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സും, പോലീസ്, ഫിനാൻസ്, ലോ, ഈ വിഷയങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റും. ഇങ്ങനെ ഡുവൽ ഡയാർക്കി സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് 1919 മൊണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏകദേശം 5 ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. 5 സെക്ഷൻ എയിൽ വന്ന് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ഇനിയുള്ള നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലെ മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ ആ ഒരു പാർട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്ന് കൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.